ഹേയ്, അസ്സാം വലൈക്കും വറഹമത്തുള്ള. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെ നമ്മൾ വീട്ടിൽ എത്ര റോളുകളാണ് ചെയ്യുന്നത്? ഭാര്യ, ഉമ്മ, മകൾ, മരുമകൾ, പാചകക്കാരി, ടീച്ചർ, ഡോക്ടർ, ക്ലീനിങ് സ്റ്റാഫ്. സത്യത്തിൽ നമ്മളാണ് ഒരു വീടിൻ്റെ നട്ടെല്ലല്ലേ? പക്ഷേ ഈ തിരക്കിനിടയിൽ സ്വന്തമായി ഒരു നിമിഷം പോലും കിട്ടാതെ ഒരുപാട് സ്ട്രെസ്സും ക്ഷീണവും നമുക്ക് അനുഭവപ്പെടാറില്ലേ? ഇത്രയൊക്കെ ചെയ്തിട്ടും ഞാൻ എവിടെയും എത്തിയില്ലല്ലോ എന്ന് ചിന്തിച്ചു പോകാറുണ്ടോ? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഈ തിരക്കുകളെല്ലാം ഒരു ഇരട്ട പ്രതിഫലമായി എങ്ങനെ മാറ്റാമെന്നും നമ്മുടെ ജീവിതത്തിൽ റിയൽ സമാധാനവും സന്തോഷവും എങ്ങനെ കൊണ്ടുവരാമെന്നുമാണ്. ഈ വീഡിയോ പൂർണ്ണമായി കണ്ടിട്ട് പോവുക. കാരണം നിങ്ങളുടെ മുഴുവൻ ലൈഫും മാറ്റിമറിക്കുന്ന ചില ടിപ്സാണ് ഞാൻ പങ്കുവെക്കാൻ പോകുന്നത്. നമ്മൾ ദിവസവും അടുക്കളയിൽ നിന്ന് വിയർക്കുന്നതും കുട്ടികളുടെ പഠനത്തിന് പിന്നാലെ ഓടുന്നതും അല്ലെങ്കിൽ നമ്മുടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതും ഇതൊക്കെ എന്തിനാണ്? മിക്കപ്പോഴും ആളുകൾ എന്തു പറയും, മറ്റുള്ളവർ എന്നെപ്പറ്റി നല്ലത് ചിന്തിക്കുമോ എന്ന ചിന്തയിലായിരിക്കും. പക്ഷേ ഇതെല്ലാം വിട്ട് ഒരു നിമിഷം ആലോചിക്കുക. ആളുകൾ നമ്മളെ മറക്കും. അവർ വേഗം നമ്മളെ ജഡ്ജ് ചെയ്യും. ചിലപ്പോൾ നമ്മളെ വളരെയധികം വേദനിപ്പിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെയും മറക്കുന്നില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കരഞ്ഞ രാത്രികളിലെ കണ്ണീര് പോലും അവൻ അറിയുന്നുണ്ട്. ലോകം നിങ്ങൾക്ക് തരുന്ന ബഹുമതികൾക്ക് ഒരു വിലയുണ്ടാവില്ല. അള്ളാഹു പറയുന്നുണ്ട്, അവൻ്റെ അടുക്കൽ ഏറ്റവും ആദരണീയർ തഖ്വയുള്ളവനാണ് എന്ന്. ഒരു സ്ത്രീക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആദരം അവളുടെ സൗന്ദര്യമോ സമ്പാദ്യമോ അല്ല, മറിച്ച് അവളുടെ തഖ്വയാണ്. സൃഷ്ടാവിനെ കുറിച്ചുള്ള ഒരു ബോധം. അള്ളാഹുവിൻ്റെ അടുത്ത് ഇങ്ങനെയുള്ളവർക്ക് ഏറ്റവും ഉയർന്ന സ്ഥാനമുള്ളവരായിരിക്കും. ഇബാദത്ത് എന്നാൽ വെറും നിസ്കരിക്കലോ നോമ്പ് നോക്കലോ മാത്രമല്ല. നമ്മൾ വീടിനുള്ളിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇബാദത്താക്കാൻ വേണ്ടിയിട്ട് കഴിയും. ആദ്യം നിയ്യത്ത് മാറ്റുക. നാളെ തൊട്ട് നിങ്ങൾ അടുക്കളയിൽ പാചകം ചെയ്യുന്നത് നിങ്ങളുടെ ഭർത്താവിനോ കുട്ടികളെയോ തൃപ്തിപ്പെടുത്താൻ മാത്രമല്ല, അള്ളാഹുവിന് വേണ്ടി എൻ്റെ കുടുംബത്തിൻ്റെ അവകാശം നിറവേറ്റാൻ എന്ന് നിയ്യത്ത് വെക്കുക. അപ്പോൾ നിങ്ങളുടെ ഓരോ ചലനവും സൽക്കർമ്മമായി മാറും. ഇനി കുസൃതി കാണിക്കുന്ന ഒരു കുട്ടിയോട് ദേഷ്യപ്പെടാതെ, വഴക്കുണ്ടാക്കുന്നവരോട് മറുപടി പറയാതെ നിങ്ങൾ മനസ്സിൽ ക്ഷമ കാണിക്കുന്നില്ലേ? ഈ ക്ഷമയാണ് ഏറ്റവും വലിയ ഇബാദത്ത്. അള്ളാഹു പറയുന്നുണ്ട്, തീർച്ചയായും അള്ളാഹു ക്ഷമിക്കുന്നവനോടൊപ്പമാണെന്ന്. നിങ്ങൾ ജോലി ചെയ്യുമ്പോഴും ഫോണിൽ വെറുതെ സമയം കളയാതെ അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കാതെ മനസ്സിൽ അള്ളാഹുവിനെ ഓർക്കുക, ദിക്ർ ചൊല്ലുക. വീട്ടിലെ ജോലികൾക്കിടയിൽ നിങ്ങൾ പറയുന്ന അൽഹംദുലില്ലാ പോലും നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം കൊണ്ടുവരും. നമ്മൾ തളരുമ്പോൾ, രോഗം വരുമ്പോൾ, സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ എവിടെ നിന്നാണ് നമുക്ക് സപ്പോർട്ട് കിട്ടേണ്ടത്? അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ യാദൃശ്ചികമായിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. ഓരോ പ്രയാസവും ഓരോ തടസ്സവും നമ്മളെ കൂടുതൽ ശക്തമാക്കാനും അവനിലേക്ക് അടുപ്പിക്കാനുമുള്ള വഴിയാണ്. നിങ്ങൾ തകർന്നു പോയി എന്ന് വിചാരിക്കുന്ന സമയത്ത് അള്ളാഹു നിങ്ങളുടെ ജീവിതം പുനഃക്രമീകരിക്കുകയായിരിക്കും. പേടിക്കണ്ട, അവന് നമ്മളെ കൈവിടൂല. നമ്മുടെ ദുആകൾ മറുപടി തരാൻ അള്ളാഹുവിനെ കഴിഞ്ഞേ മറ്റാർക്കും കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം കഴിഞ്ഞേ എന്ന് തോന്നുമ്പോൾ തവക്കലൂടെ പറയുക, യാ അള്ളാഹ്, എനിക്കറിയില്ല, പക്ഷെ നിനക്കറിയാം. കാരണം ആരെങ്കിലും അള്ളാഹുവിൽ ഭാരമേൽപ്പിച്ചാൽ അവൻ മാത്രം മതിയായവനാണ്. ഇനി നമുക്കൊരു നിമിഷം കണ്ണടച്ച് മനസ്സിൽ സ്വയം ചോദിക്കാം, ആളുകൾക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്,
അതോ നമ്മുടെ പടച്ചോന് വേണ്ടിയിട്ടാണോ? നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം, ശക്തി, സന്തോഷം എന്നിവ ഉണ്ടാക്കാൻ കാരണം അള്ളാഹു ആകട്ടെ. നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും ആത്മാർത്ഥതയോടെ ചെയ്താൽ നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ശക്തിയായ സ്ത്രീയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നിറയ്ക്കാൻ ഇന്ന് നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം എന്തായിരിക്കും? കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഇത് ഒന്ന് ഷെയർ ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.